ഹലോ ഹായ്, ഇന്നൊരു അവൽ പരിപ്പ് പായസമാണ്. തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു പായസം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പായസപ്പരിപ്പ്, ആ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുവക്കെ വറക്കാം നമുക്കിത്. ഇനിയിപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരിപ്പ് കഴുകിയെടുത്തിട്ട് ഇതേ ചട്ടിയിലേക്ക് തന്നെ പരിപ്പും വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് അവൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അവൽ, വെളുത്ത അവലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അവൽ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപ്പിലേക്ക് ഇട്ടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 500 ഗ്രാം ശർക്കര ഇതുപോലെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നല്ല പോലെ ഇത് രണ്ടും കൂടി മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ കൂട്ടുകളൊന്നും ചെയ്യാനില്ല, ഇത്രയും തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഒരു 3-4 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളി കർപ്പൂരം, പച്ച കർപ്പൂരം, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്നാലും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. പിന്നെ കാഷ്യൂ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത അവൽ പരിപ്പ് പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു ഓണവിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.